തലശ്ശേരിയിൽ ആശുപത്രിയിൽ ഡോക്ടറെ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കി യുവാവ്. വളരെ ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. ഡോക്ടറെ വധിക്കാൻ കന്നാസിൽ പെട്രോളുമായി വന്ന യുവാവിനെ അതിസാഹസികമായി കീഴ്പ്പെടുത്തി കെട്ടിയിരിക്കുകയാണ്. ദൃശ്യങ്ങൾ കർമാനോസിന്. ആദ്യം യുവാവിനെ കീഴ്പ്പെടുത്തി കെട്ടിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങളിലേക്ക്. ഈ വേണുഗോപാലിനെ എത്ര കാലം കിട്ടിയിരിക്കുന്നു? എത്ര വേണം അഞ്ച് പേർക്ക് നോക്കാൻ? ആര് കിട്ടും? ആരെങ്കിലും വരാം എൻ്റെ കൂടെ ദിവസം ഇല്ലല്ലോ, നടക്കുന്നതല്ല. ഞാൻ കൊല്ലു, ഞാൻ ഡോക്ടറെ കൊല്ലു. ഈ വേണുഗോപാൽ എന്റെ മോനെ തയ്ക്കണോ? എന്റെ മോനെ തയ്ക്കണോ? ഡോക്ടറെ എന്റെ മോനെ തയ്ക്കണം. എന്റെ മോനെ കൊന്ന ഇല്ല. ഞാൻ ഒരു കുത്തിവെച്ച് എന്ത് കാലത്ത് കാര്യമില്ല. എന്റെ തലയിൽ കേറൂല, എന്റെ തലയിൽ കേറൂല, കേറൂല, എന്റെ തലയിൽ കേറൂല. എന്ത് പറഞ്ഞാലും കേറില്ല. എന്റെ മോനെ കൊന്നവരാ മോൻ പറയുന്നത്. കബറും പത്ത് പോകുന്ന മോൻ പറയുന്നത്. ഇപ്പൊ ആ രണ്ട് ഡോക്ടറെ ഇങ്ങോട്ട് അയക്കുന്നത്. ആ രണ്ട് ഡോക്ടറെ ഇങ്ങോട്ട് അയക്കുന്നതാണ്. ഞാൻ അയച്ചിരിക്കും. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കന്നാസിൽ പെട്രോളുമായെത്തി ഡോക്ടർക്കെതിരെ വധഭീഷണി മുഴക്കുകയായിരുന്നു യുവാവ്. കഴിഞ്ഞ ദിവസം തലശ്ശേരിയിലെ മിഷൻ ആശുപത്രി കോമ്പൗണ്ടിലാണ് നാടകീയ രംഗം അരങ്ങേറിയത്. പോലീസ് സഹായമില്ലാതെയും പോലീസ് എത്തുന്നതിന് മുന്നേ തന്നെ നാട്ടുകാരും ആശുപത്രി ജീവനക്കാരും യുവാവിനെ കീഴടക്കി കെട്ടിയിടുകയായിരുന്നു. ആശുപത്രി ജീവനക്കാരും ആളുകളും ചേർന്നാണ് യുവാവിനെ കീഴടക്കിയത്. യുവാവിനെ അതിക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്ത്. തന്റെ മകന്റെ മരണത്തിന് കാരണമായ ഡോക്ടറെ കൊല്ലും എന്ന് ഭീഷണി മുഴക്കിയാണ് യുവാവിന്റെ ഭീഷണി. തന്റെ മകൻ പോയ സ്ഥലത്ത് ഡോക്ടറെ പറഞ്ഞയക്കുമെന്നും ഇനിയും താൻ മടങ്ങി വരുമെന്നും പറഞ്ഞാണ് യുവാവ് മടങ്ങിയത്. തന്റെ നവജാത ശിശു മരിക്കാൻ കാരണം ഡോക്ടറുടെ അനാസ്ഥയെന്ന് കാണിച്ച് യുവാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതിയെ തുടർന്ന് ഖബറടക്കിയ മൃതദേഹം പോലീസിന്റെ നേതൃത്വത്തിൽ പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടവും നടത്തി. സംഭവത്തിൽ പ്രമുഖ ഡോക്ടറുടെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി യുവാവ് വാർത്താ സമ്മേളനം ഉൾപ്പെടെ നടത്തിയിരുന്നു. യുവാവും ഭാര്യയും ആശുപത്രിയിൽ നിന്ന് പോകാതെ ദിവസങ്ങളോളമാണ് പ്രതിഷേധിച്ചത്. ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഡോക്ടർമാർക്കെതിരെ വിമർശനം വരാറുണ്ട് എങ്കിലും വധശ്രമങ്ങൾ നടക്കുന്നതാണ്. മുൻപും കേരളത്തിൽ ഡോക്ടർമാരെ ഇത്തരത്തിൽ വധിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. രാജ്യത്തിന്റെ പല ഭാഗത്തും ആശുപത്രികളിൽ ജീവനക്കാരെ കൊലപ്പെടുത്തിയ വാർത്തകൾ സജീവമാണ്. മാത്രമല്ല, ബംഗാളിൽ മാസങ്ങളോളം ഇത്തരത്തിൽ ഡോക്ടറെ വധിച്ചത് സമരങ്ങൾക്കും കാരണമായിരുന്നു. കേരളത്തിലെ കൊട്ടാരക്കരയിൽ 2023 മെയ് 10-നാണ് ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകം നടന്നത്. പോലീസ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച പ്രതി ആശുപത്രി ഡ്യൂട്ടിക്കിടെ വന്ദനയെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. കൊല്ലം പൂയപ്പള്ളി സ്വദേശിയും സ്കൂൾ അധ്യാപകനുമായ 42-കാരനാണ് കൊലപാതകി. കൊലപാതകം കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ രോഷത്തിന് കാരണമായിരുന്നു. വന്ദനാദാസ് കൊല്ലത്തെ SCCI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ പഠിച്ച 23-കാരിയായ മെഡിക്കൽ ഡോക്ടറായിരുന്നു. ഇന്റേൺഷിപ്പ് പരിശീലനത്തിന്റെ ഭാഗമായി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ജോലി ചെയ്യുകയായിരുന്നു. 2023 മെയ് 10 പുലർച്ചെ 4:30 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഒരു കുറ്റവാളിയെ പോലീസ് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവന്നു. അപ്പർ പ്രൈമറി സ്കൂൾ അധ്യാപകനായ സന്ദീപിനെ പോലീസ് പിടികൂടി വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അടുത്ത ബന്ധു ഉൾപ്പെടെ 2 പേരാണ് ആശുപത്രിയിൽ എത്തിയത്. ആശുപത്രിയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെയും ആശുപത്രിയിലെ ഡ്രസ്സിംഗ് റൂമിലിരുന്ന മറ്റൊരാളെയും സന്ദീപ് ആക്രമിക്കാൻ തുടങ്ങി. ഇത് കണ്ട് ഡോക്ടർ വന്ദന ഒഴികെ ചുറ്റുമുള്ളവരെല്ലാം ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് സന്ദീപ് ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് കത്രികയെടുത്ത് ഡോക്ടർ വന്ദനയെ ഒന്നിലധികം തവണ കുത്തുകയായിരുന്നു. തുടർന്ന് ഡോക്ടർ മരിച്ചു, പോലീസ് കസ്റ്റഡിയിലിരുന്ന പ്രതിയാണിത് ചെയ്തത് എന്നത്
രാജ്യത്തെ ആകമാനം നടുക്കി. ഇപ്പോൾ തലശ്ശേരിയിലും ആക്രമി ഡോക്ടറെ കൊല്ലാൻ പെട്രോളുമായി വന്നപ്പോൾ ഭാഗ്യം കൊണ്ടാണ് ഡോക്ടർ രക്ഷപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.